ഹായ്. ബോയ്പതി ശ്രീനു രചനയും സംവിധാനവും നിർവഹിച്ച് 2025 പുറത്തിറങ്ങിയ ഫാന്റസി ആക്ഷൻ ത്രില്ലർ ചിത്രമായ അഖണ്ഡ 2 താണ്ഡവം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഈ സിനിമയിൽ നന്ദമുരി ബാലകൃഷ്ണ ഇരട്ട വേഷത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ സംയുക്ത മേനോൻ, ആദി പിൻഷെട്ടി, ഹർഷാലി മൽഹോത്ര, ഷംന കാസിം തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാന്റസി ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാലയ്യയുടെ കുറെ ആക്ഷൻസും ഡയലോഗ്സും പിന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, കണ്ടിരിക്കാൻ പറ്റും. നമുക്ക് ബോറടി ഒന്നുമില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു രസം എന്ന് പറഞ്ഞാല്. നമുക്ക് ബോറടിക്കുന്ന സീക്വൻസോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുടെ ഒരു ഐറ്റം ഡാൻസും ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ഫൈറ്റ് സാധനങ്ങളൊക്കെ ഉഷാർ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇതെടുത്തിട്ടുള്ള ഒരു സീക്വൻസും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ ഹിമാലയം ബേസ്ഡ് ആയിട്ടൊക്കെയാണ് ഇതിന്റെ ചിത്രീകരണമൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇരട്ട സഹോദരന്മാരാണല്ലോ. അതിൽ ഒരാള് നമ്മുടെ ഈ സിനിമയിൽ പറഞ്ഞ പോലെ അഖണ്ഡ എന്നൊരു പേരിലാണ് വരുന്നത്. മറ്റൊരാള് സാധാ ഒരു ലൈഫ് ജീവിക്കുന്നു. കല്യാണം കഴിച്ചൊരു മകളുണ്ട്. ആ മകളാണെങ്കിൽ ഒരു എന്താ പറയാ ഒരു സയന്റിസ്റ്റ് ആണ്. മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അപ്പോ ഇതിന്റെ ഒരു കഥ എന്ന് പറയുന്നത് എന്താ പറയാ നമ്മുടെ ഒരു ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ട് അയൽ രാജ്യമായിട്ടുള്ള ആൾക്കാർ ശ്രമിക്കുകയും ആ ഒരു ശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം, അതായത് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം ഇല്ല, ദൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞ് പരത്തി അതിലൂടെ ഒരു വൈറസും കൊണ്ടുവന്നിട്ട് അതിനെ മനുഷ്യരുടെ ഇടയിൽ ഒരു ഭീതി ഉണ്ടാക്കുകയാണ്. അപ്പൊ ആ ഒരു ഭീതിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിക്കുന്ന ഒരു ക്യാരക്ടറാണ് നമ്മുടെ ബാലയ്യ ചെയ്യുന്ന അഖണ്ഡ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ. അപ്പോ അദ്ദേഹം വന്നിട്ട് ഇതിനെതിരെ പൊരുതി ജനങ്ങളുടെ ഉള്ളിലോട്ട് വീണ്ടും ആ ഒരു ദൈവത്തിന്റെ സ്വാധീനം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതിയിലാണ് ഈ സിനിമ അവസാനിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതായത് ഫൈറ്റൊന്നും ഒരു രക്ഷയില്ല. മൂപ്പരെ ഒരു ആ ശൂരം പിടിച്ചിട്ടുള്ള കുറെ സാധനങ്ങളും പിന്നെ ഡയലോഗ്, അങ്ങനെയൊക്കെ ഒരു ഇരട്ട ഒരു റോളാണ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റിലുള്ള ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് കുറച്ച് സീനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതും ഭയങ്കര ഒരു ഫൈറ്റ് സീൻ തന്നെയാണ് അങ്ങനെക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷം പിന്നെ ഫുള്ള് താണ്ഡവം എന്ന് പറയുന്നത് നമ്മുടെ ബാലയുടെ അഖണ്ഡ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ബോറടി ഒന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫുൾ ടൈം ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കും. ഫുൾ ടൈമിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ഭയങ്കര ഒരു ചില സംഭവങ്ങളൊന്നും വല്ല കുഴപ്പമില്ല. ബാക്കിയുള്ള സീനുകളൊക്കെ കുറച്ച് ഡിസ്റ്റർബൻസ് നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതൊരു ബാലയ്യ മൂവി, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാന്റസി ആക്ഷൻ ചിത്രം ആ രീതിയിൽ കാണുകയാണെങ്കിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ചെറിയ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. എനിക്കും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇഷ്ടപ്പെട്ടു. ബോറടി ഒന്നുമില്ല. പിന്നെ അമ്മ മകൻ ചെറിയൊരു പാസം ഒക്കെ ഈ സിനിമയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഇരട്ടിയായിട്ട് ഈ ജനങ്ങളെ ദ്രോഹിക്കാൻ വരുന്നവരെ, അതായത് ദുഷ്ടശക്തികളെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് സിനിമ പൂർണ്ണമായി എടുത്തു പോയിട്ടുള്ളത്. അതിൽ നല്ല രസമായിട്ട് ഈ പറഞ്ഞ ബാലയുടെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതേപോലെ സംയുക്തൊക്കെ ഉള്ള ചെറിയൊരു റോൾ കൊടുത്തിട്ടുണ്ട്. സംയുക്ത ആണെങ്കിലും നല്ല രസമായിട്ട് നല്ല രസമായിട്ട് ഒരു ചെറിയൊരു ഫൈറ്റും കാര്യങ്ങളൊക്കെ സംയുക്ത മേനോനും ചെയ്തു വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നോർമലി കുഴപ്പമില്ലാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. ബോറടി ഒന്നും ഉണ്ടായില്ല. 2 മണിക്കൂറിന്റെ മേലെ സിനിമയുണ്ട്. ഞാനത് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടു. പിന്നെ ബാലയ്യ എന്നുള്ള രീതിയിൽ അങ്ങനെയുടെ ആ ഒരു ആക്ഷനും ഡയലോഗൊക്കെ മനസ്സിൽ ആലോചിച്ച് കണ്ടിരിക്കുകയാണെങ്കിൽ നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കാം. കാണാതുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 1 വാച്ച് ബാലയ്യ മൂവി എന്ന രീതിയിൽ 1 വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ്. കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.